അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ തിൽമീദുകളെ, തിൽമീദത്തുകളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളൊരവസരം, അതുപോലെ തന്നെ തജ്വീദിൻ്റെ ക്ലാസ്സും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഖുർആനെ ആസ്വാദനപൂർവ്വം പാരായണം ചെയ്യുന്നതിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഹ്കാമു നൂനു സാക്കിന വ തൻവീൻ എന്ന് പറയുന്ന നൂനു സാക്കിനയായ സാക്കിനയ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വന്നത്. അതിൽ ഏകദേശം ഇദ്ഹാറിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി ആദ്യം തന്നെ. പിന്നെ ഇഖ്തിലാബ് അക്ഷരം ബ ആണെന്നുള്ളത് മനസ്സിലാക്കി. ഇദ്ഗാം ബിഗുന്ന അത് 4 എന്ന് നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന അവ 2. അപ്പോൾ 4ഉം 2ഉം 6 അക്ഷരങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്യും. ഇനി ഈ ഇദ്ഗാം ബിഗുന്നയുടെയും അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്നയുടെയും ഇദ്ഗാം ബിഗുന്നയുടെയും അതിൻ്റെ കൂട്ടത്തിൽ പെടുന്ന മറ്റു നിയമങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇദ്ഗാം മുത്തമാസിലൈൻ 1. എന്താണ് ഇദ്ഗാം മുത്തമാസിലൈൻ? പല ആളുകൾക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇന്ന് അതെന്ത് ചെയ്യണം? പൂർണ്ണമായി പഠിപ്പിക്കാൻ തയ്യാറാക്കുക. എന്താണ് ഇദ്ഗാം മുത്തജാനിസ്, അത് ഇദ്ഗാം മുത്തഖാരിബ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇദ്ഗാം മുത്തമാസിലൈൻ ശരി. യഥാർത്ഥത്തിൽ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനായ ഒരു നൂനു സാക്കിന, ആ നൂനു സാക്കിന അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു അക്ഷരത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇദ്ഗാം എന്ന് പറയുക. ചേർത്തി വായിക്കുക, ലയിപ്പിച്ച് വായിക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ ചില അക്ഷരങ്ങൾ അവ തമ്മിൽ പരസ്പരം സാദൃശ്യമുള്ള അല്ലെങ്കിൽ പരസ്പരം ഒരുപോലെയുള്ള അക്ഷരങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള അക്ഷരങ്ങൾ പരസ്പരം ഒന്നിന് സുക്കൂനും അടുത്തതിന് ഹർക്കത്തുമായി വന്നാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ചില ഇദ്ഗാം ബിഗുന്നയുടെ നിയമത്തിൽ നിന്ന് മാറിയിട്ട് ഒരുപോലെയുള്ള അക്ഷരങ്ങൾ, ഒരു ഉദാഹരണത്തിന് ഇദ്ഗാം മുത്തമാസിലൈന് ഉദാഹരണത്തിന് നമുക്ക് ലാമ് തന്നെ എടുക്കാം. 2 ലാമുകൾ. ആ 2 ലാമുകൾ നമ്മൾ എടുക്കുകയാണ്. ഈ ലാമുകൾക്ക് ഒന്നിന് സുക്കൂനാണ് എന്ന് വിചാരിക്കും, ഒന്നിന് ഹർക്കത്തുണ്ട് എന്ന് വിചാരിക്കും. ഇങ്ങനെ വന്നാൽ ഈ ലാമ് വേറെ ഒന്നിലാണ്. ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. കെല്ല. ഇപ്പൊ നമ്മള് കെല്ല ബൽ എന്നിട്ടു. ശരി, എല്ലാം എഴുതി, ബൽ എന്നെഴുതി. പിന്നെ അടുത്തത് ലാ എന്ന അക്ഷരം വരികയാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സുക്കൂനായിട്ടുള്ള ഈ മീമിനെ എന്ത് ചെയ്യണം? ഈ ലാമിനെ, സുക്കൂനായ ഈ ലാമിനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലാമിലേക്ക് ചേർത്ത് വായിക്കണം. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കെല്ലബൽ എന്ന് വായിക്കാൻ പാടില്ല. ബല്ല, ബല്ല. എങ്ങനെ വായിക്കേണ്ടത്? ബല്ല. അങ്ങനെ കെല്ലബല്ല തുക്രിമൂനൽ യതീം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കുന്നു. അപ്പോൾ ഒരേ അക്ഷരങ്ങൾ, ഇതാണ് മുത്തമാസിലൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് അക്ഷരങ്ങളാകട്ടെ, ഇപ്പോൾ 2 ദാല്, ഒന്നിന് സുക്കൂനാണ് അല്ലെങ്കിൽ ഒന്നിന് ഫതഹാണ് അല്ലെങ്കിൽ അസ്റാണ്, ദമ്മാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സുക്കൂനുള്ള ദാല് അല്ലെങ്കിൽ ഈ ദാലിലേക്ക് ചേർത്ത് വായിക്കുക. അപ്പോൾ മീമാണെങ്കിൽ ആ മീമിലേക്ക് ചേർത്ത് വായിക്കുക. അതേപോലെ തന്നെ തായാണെങ്കിൽ അടുത്തതും തായാണെങ്കിൽ ആ തായിലേക്ക് ചേർത്ത് വായിക്കുക. അതിനെയാണ് മുത്തമാസിലൈൻ എന്ന് പറഞ്ഞത്. ഒരുപോലെയുള്ള അക്ഷരങ്ങൾ, ഒന്നിന് സുക്കൂനാകണം, മറ്റൊന്നിന് എന്തെങ്കിലും ഒരു ഹർക്കത്ത് ഉണ്ടാകണം. അതാണ് നിയമം. അപ്പോൾ ഇദ്ഗാം മുത്തമാസിലൈൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാം. ഒരുപോലെയുള്ള അക്ഷരങ്ങൾ എന്നാണ്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ഗാം മുത്തജാനിസും അതേപോലെ തന്നെ ഇദ്ഗാം മുത്തഖാരിബും. ഇത് 2 കുറച്ച് ടഫാണ്. അതിന് ഞാനൊരു ഉദാഹരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അക്ഷരങ്ങളുടെ മഖ്റജ്, ലിസാൻ എന്ന് പറയുന്ന
അക്ഷരങ്ങളുടെ മഖ്റജ് നമ്മൾ പഠിച്ചിരുന്നു. ആ അക്ഷരങ്ങളുടെ മഖ്റജിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് മുമ്പ് മനസ്സിലാക്കിയിരുന്നതാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഈ സ്ഥാനങ്ങൾ, ഇപ്പോൾ ലിസാൻ എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലിസാൻ എന്ന അക്ഷരങ്ങളിൽ മഖ്റജുകൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലിസാൻ നമുക്കറിയാം, രണ്ട് ഖാഫും ക്യാഫും കുറച്ച് മുകളിൽ നിന്ന് വരുന്നു, താഴെ നിന്ന് വരുന്നു. ഇത് സെന്റർ ഭാഗത്ത് നിന്ന് വരുന്ന നാവിന്റെ നമ്മളെ കെർവ് ആരംഭിക്കുന്ന ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇത്രയും അക്ഷരങ്ങൾ. ഇതിൽ മൂന്ന് അക്ഷരങ്ങൾ കുറച്ച് തുമ്പത്തല്ലാത്ത കുറച്ച് മുകളിലായിട്ടാണ്. ബാക്കിയുള്ള ഈ മൂന്ന് അക്ഷരങ്ങളും തുമ്പത്തുനിന്ന് വരുന്ന നാവിന്റെ ല, ല, ത, കുറച്ച് നേരെ കയറും. സി ഇങ്ങനെ. പിന്നെ നാവിന്റെ സൈഡിൽ നിന്ന് വരുന്ന ബാദ്, രണ്ട് ഭാഗവും ടച്ച് ചെയ്യുന്നുണ്ട്. ലാം, ഇതൊക്കെ ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെയാണ് മഖ്റജ് നമ്മൾ ലിസാനിൽ എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ തിരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മുത്തജാനിസ് പഠിക്കാം. മുത്തജാനിസ് പഠിക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മളെ ഷഫത്താന്റെ അക്ഷരങ്ങളും ലിസാന്റെ അക്ഷരങ്ങളും മനസ്സിലാക്കണം. കൂടുതൽ ലിസാന്റെ അക്ഷരങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോളാം. ഒരേ മഖ്റജ്, ഏത് ലിസാനിൽ ഒരേ മഖ്റജ് വരുന്ന മുത്തജാനിസ് ഞാൻ കാണിച്ചു തരാം. ഈ തോയും തായും വന്നു കഴിഞ്ഞാൽ മുത്തജാനിസ് ആണ് നിയമം. ഉദാഹരണത്തിന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾ വഖാലത്ത് ശരി അല്ലെ. തോയിഫ് അടുത്ത അക്ഷരം എന്താണ്? തോയിഫ അല്ലെ. തോയിഫ ഇങ്ങനെ വന്നു. ശരി, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തായുണ്ട്, ഇവിടെ തോയുണ്ട് അല്ലെ. നമ്മൾ മനസ്സിലാക്കി ലിസാനിന്റെ നാവിന്റെ ആ ഒരു പോർഷൻസ് എന്ന് വരുന്ന, എന്നാൽ കെർവ് ആരംഭിക്കുന്ന പോർഷൻസ് എന്ന് വരുന്ന അക്ഷരങ്ങളാണ് തായും തോയും. ഇവിടെ നമ്മൾ ഇതാ മുത്തജാനിസ് ചെയ്യുന്നു. കാരണം എന്താ? ഈ സുക്കൂൻ നമ്മൾ എടുത്തു കളയും. ഈ സുക്കൂൻ എടുത്തു കളഞ്ഞിട്ട് ഈ തോക്ക് ഷദ്ദ് കൊടുക്കും. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? നേരത്തെ വായിച്ചത് വക്കാലത്ത് തോയിഫ എന്നാണ്. പക്ഷെ ഇനി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? വക്കാലത്ത് തോയിഫ. കണ്ടാ എന്ത് ചെയ്തു? ഈ തായിനെ ത്വായിലേക്ക് ചേർത്തി. അപ്പോൾ നമ്മൾ നേരെ ഈ താ ഉച്ചരിക്കാതെ, ത് എന്ന് ഉച്ചരിക്കാതെ നമ്മൾ നേരെ ത്വാ എന്നതിലേക്ക് ചേർത്ത് വായിക്കുന്നു. അപ്പോൾ വഖാലത്തോ കണ്ടാ, വഖാലത്ത് എന്ന് പറയാതെ വഖാലത്തോ. അതാണ് ഇദ്ഗാം മുത്തജാനിസ്, ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ഇതാണെങ്കിൽ ഒരേ അക്ഷരങ്ങൾ കണ്ടോ, ഇത് ഒരേ അക്ഷരങ്ങൾ, ഇത് ഒരേ മഖ്റജ്. വ്യത്യാസം മനസ്സിലായോ? മുത്തമാസിലി എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങൾ വരുന്നതിന് അതിനാദ്യം സുക്കൂനും പിന്നെ ഹർക്കത്തും വരിക. രണ്ടാമത്തെ മുത്തജാനിസ് എന്ന് പറഞ്ഞാൽ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ തമ്മിൽ ഒന്നിന് സുക്കൂനും ഒന്നിനും ചേർത്തി ഹർക്കത്തുള്ള അക്ഷരമാണെങ്കിൽ ആ അതിലേക്ക് ചേർത്തി വായിക്കുക എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആയത്തുകൾ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം? ഇതുപോലെ ലിസാനിന്റെ അക്ഷരങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് പഠിച്ചു പോയിട്ടില്ല എങ്കിൽ നമുക്ക് തജ്വീദിന്റെ നിയമങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോഴായിരിക്കും ഇതിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ തർക്കിക്കാൻ പോകേണ്ടതില്ല, പക്ഷെ നമ്മളിൽ മിസ്റ്റേക്കുകൾ നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാക്കുക. കാരണം അത്തരത്തിൽ നമ്മൾ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നല്ല അടിപൊളി ഖിറാഅത്ത് എന്ന് വിചാരിക്കും, പക്ഷെ മിസ്റ്റേക്കുകൾ പലപ്പോഴും ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഖുർആന്റെ ആസ്വാദനം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതാണ് ഇദ്ഗാം മുത്തഖാരിബൈൻ. ഇദ്ഗാം മുത്തഖാരിബൈൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, എന്താ മനസ്സിലാക്കിയത്? മുത്തമാസിലി എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങൾ, മുത്തജാനിസ് എന്ന് പറഞ്ഞാൽ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ഇദ്ഗാം മുത്തഖാരിബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത മഖ്റജുകൾ. മനസ്സിലായോ? ഏതാണ് ഉദാഹരണം പറഞ്ഞുതരാം. അടുത്തടുത്ത് പറയുന്ന അക്ഷരങ്ങൾ, മഖ്റജുകൾ. ഇപ്പൊ ഇതിന്റെ മഖ്റജ് വേറെയാണ്, ഇതിന്റെ മഖ്റജ് വേറെയാണ്, ഇതിന്റെ മഖ്റജ് വേറെയാണ്, ഇതിന്റെ. അപ്പൊ ഇങ്ങനെ അടുത്ത് വരുന്ന മഖ്റജുകൾ ഏത്? ഇതുപോലെ അടുത്ത് വരുന്ന. അന്നേരം ഇപ്പൊ ജീവം ന്യൂനൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്, ഉണ്ടാകാറില്ല, ഉണ്ടാകുന്ന അക്ഷരങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. അപ്പോൾ ഖാഫും ക്യാഫും അടുത്തടുത്ത മഖ്റജാണ്. ഒരേ മഖ്റജല്ല കേട്ടോ, അടുത്തടുത്ത മഖ്റജാണ്. അങ്ങനെ വരുന്ന അടുത്ത് വരുന്ന മഖ്റജുകൾ, ആ മഖ്റജുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇദ്ഗാം മുത്തഖാരിബാണ് ചെയ്യേണ്ടത്. അതിന് ഉദാഹരണം
വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അലം നഖ്ലുഖും. ശരിക്കും ഇവിടെ അലം നഖ്ലു ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും വായിക്കേണ്ടത്. നഖ്ലുഖും എന്നാ വായിക്കേണ്ടത്. പക്ഷേ നമ്മൾ അവിടെ മുത്തഖാരിബ് എന്ന നിയമം വരുന്നു. കാരണം ഖാഫ് ഏറ്റവും മുകളിലത്തെ നാവിന്റെ ലിസാനിന്റെ ഏറ്റവും മുകളിലത്തെ മഖ്റജാണ്. ക്യാഫ് അതിന് തൊട്ടടിയിൽ തന്നെ വരുന്ന മഖ്റജാണ്. കാരിബാണ്, അടുത്തതാണ്. അതിന്റെ വാക്കർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നിൽക്കുന്ന രണ്ടക്ഷരങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പാരായണം ചെയ്യുമ്പോൾ ഈ ഖാഫിന്റെ സുക്കൂൻ എടുത്ത് കളയണം, ക്യാഫിന് ഷദ്ദും കൊടുക്കണം. അപ്പൊ എങ്ങനെ വായിക്കും? അലം നഖ്ലുഖും. അടാ അലം നഖ്ലുഖും. അടാ വായിക്കേണ്ടത് അലം നഖ്ലുഖും. നഖ്ലുഖും എന്ന് വായിക്കരുത്, മിസ്റ്റേക്കാണ്. അങ്ങനെ വായിക്കാൻ പാടില്ല. നമ്മൾ അലം നഖ്ലുഖും എന്ന രീതിയിൽ പാരായണം ചെയ്യണം. ഇതാണ് മുത്തഖാരിബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളൂ എന്നത് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ഇദ്ഗാം മുത്തഖാരിബിന്റെയും മുത്തജാനിസിന്റെയും ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ മനസ്സിലാക്കാം. അവ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കളയുകയാണ്. കാരണം ഇനി നമുക്ക് മുത്തഖാരിബിന്റെയും മുത്തജാനിസിന്റെയും അടുത്തടുത്ത അക്ഷരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മറ്റേ മാസിലയും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരേ അക്ഷരങ്ങളാണ്. പക്ഷെ മുത്തജാനിസും മുത്തഖാരിബും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ബ മീം ഇവ രണ്ടും വന്നാൽ, അപ്പോൾ ബ മീമും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബ മീമും, അപ്പോൾ ബ മീം എവിടെ നിന്നാണ്? ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതിന് ഉദാഹരണം എന്താണ്? യാ ബുനയ്യർകബ് മഅന. ഉണ്ടോ എന്താ പറഞ്ഞത്? യാ ബുനയ്യർകബ് മഅന. ഇർകബ് മഅന എന്നാണ്. എങ്ങനെയാ വായിക്കേണ്ടത് നമ്മൾ ശരിക്കും? ഇർകബ് മഅന എന്നാണ് അല്ലേ? അപ്പൊ ഞാനിത് കളയുകയാണ്. അപ്പോ ഇർകബ് മഅന എന്നാണ്. അപ്പൊ നമ്മൾ ഈ സുക്കൂൻ കളയുന്നു, മീമിന് ശബ്ദം കൊടുത്തു. അപ്പോ ഇർകബ് മഅന എന്ന് വായിക്കപ്പെടുന്നു. കൽക്കലയുടെ അക്ഷരമാണെങ്കിലും പോലും നമ്മളവിടെ ഇദ്ഗാം മുത്തജാനിസ് വരുന്നത് കൊണ്ട്, ഒരേ മഖ്റജ് ആയതുകൊണ്ട് അവിടെ ഒന്നിന് സുക്കൂനും ഒന്നിന് ഫതഹുമാണ്, ഹർക്കത്ത് വന്നു. അതുകൊണ്ട് തന്നെ അത് ഇദ്ഗാം മുത്തജാനിസീനാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വ്യക്തമാക്കി പറയാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തായും ത്വായും, തായും പ്ലസ് ത്വ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇത് രണ്ടും മുത്തജാനിസാണ്. അടുത്ത മുത്തജാനിസായ അക്ഷരമാണ് ത പ്ലസ് ദാൽ. ഇതും മുത്തജാനിസാണ്. നിങ്ങൾക്ക് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. ഇനി അടുത്ത മുത്തജാനിസായ അക്ഷരമാണ് ദാലും വാൽ. ദാൽ പ്ലസ് വാ, ഈ രണ്ടക്ഷരങ്ങളും മുത്തജാനിസാണ്. ഇനി അടുത്തതാണ് അടുത്ത അക്ഷരങ്ങളാണ് മുത്തഖാരിബിലേക്ക് മാറുന്നത്. ഏതൊക്കെ അക്ഷരങ്ങളാണ്? നമ്മൾ നേരെ മുത്തഖാരിബുമായി പഠിച്ചിരുന്നത് ഖാഫും പ്ലസ് ഖാഫ് അല്ലേ? ഇതാ പഠിച്ചിരുന്നത്. അടുത്ത അക്ഷരങ്ങളാണ് ലാം പ്ലസ് റോ. ലാം പ്ലസ് റ ഇത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനു മനസ്സിലാക്കേണ്ടത്, ഞാൻ അത് നമ്മളൊന്നുകൂടെ ഇതിനാണ്. തായൊക്കെ ഇതിണ്ട്. പിന്നെ തായും ദാലും, താ പ്ലസ് ദ, ഇതൊക്കെ മുത്തജാനിസിൽ പെടുന്നതാണ്. മുത്തഖാരിബിൽ രണ്ടും പെടുന്നുണ്ടോ എന്നത് മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, സൂറത്ത് ഖിയാമയിലും അതേപോലെ തന്നെ സൂറത്ത് മുത്തഫിഫീനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് മുത്തഫിഫീനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ആയത്തില് ഇങ്ങനെ പറയുന്ന ഒരു ആയത്തുണ്ട്. അതേപോലെ തന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്താണെന്ന്. അവിടെ ആ രണ്ടായത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ ആ ആയത്തിൽ ഖിയാമിന്റെ ആയത്തിൽ
വഖീല മൻ റാഖ്, ശ്വാസം വിടാതെ നമ്മൾ ശബ്ദത്തെ മുറിക്കുക. അവിടെ മുകളിൽ ഒരു സീന് കാണാം. അത് അങ്ങനെയാണ് കാര്യങ്ങൾ ഖിറാഅത്ത് ചെയ്തിട്ടുള്ളത്, ആ വിഷയത്തിൽ മാത്രം. സൂറത്ത് ഖിയാമിന്റെ ആയത്തിലും സൂറത്ത് മുത്തഫിഫീനിന്റെ ആയത്തിലുമാണ് അങ്ങനെയുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിക്കുക. ബാക്കിയുള്ള എല്ലായിടത്തും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വഖുർ റബ്ബി, കാരണം വഖുൽ എന്നാണ് ലാമിന് സുക്കൂനും പിന്നെ റാ വന്നു, ഇപ്പോൾ വഖുർ റബ്ബി എന്ന് വായിക്കണം. എന്നാൽ ബാക്കി ഈ 2 ആയത്തുകളിലും സൂറത്ത് ഖിയാമയിലും സൂറത്ത് മുത്തഫിഫീനിലും മാത്രമാണ് അവ ചേർത്ത് വായിക്കാത്ത രീതിയിൽ നമ്മൾ സൂറത്ത് ഖിയാമയിലും സൂറത്ത് മുത്തഫിഫീനിലുമാണ് അത്തരത്തിലുള്ള 2 ആയത്തുകളുള്ളത്. ആ ആയത്തുകളിൽ നമ്മൾ ഒരിക്കലും അതിങ്ങനെ ഇദ്ഗാം മുതഖാരിബ് ചെയ്യാൻ പാടില്ല. അവിടെ സീൻ എന്നൊരു ചെറിയ സീനു സ്വഗീറ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്വാസത്തെ വിടാതെ എന്നാൽ ശബ്ദത്തെ മുറിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. എങ്ങനെ? ഇങ്ങനെ അപ്പോൾ ശ്വാസം വിട്ടിട്ടില്ല, അതേപോലെ തന്നെ എന്റെ ശബ്ദം മുറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പാരായണം ചെയ്യുന്നത് 2 ആയത്തുകളിലാണ്. ആയത്ത് ശ്രദ്ധിക്കുക. ഇദ്ഗാം മുത്തമാസിലൈനും ഇദ്ഗാം മുതജാനിസും ഇദ്ഗാം മുതഖാരിബും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിൽമീദുകളോട് ചോദിക്കുക, നിങ്ങളുടെ മുഅല്ലിമുകളോട് ചോദിക്കുക. തിൽമീദുകൾക്ക് ഒരു ഡൗട്ട്സും ഇല്ലാത്ത രീതിയിൽ ഇദ്ഗാം മുതജാനിസും മുത്തമാസിലൈനും മുതഖാരിബും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഖുർആൻ മനസ്സിലാക്കി പഠിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു ലി വലക്കും ഇന്നഹു വൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.